അപ്പോൾ നമ്മൾ കറങ്ങി ഇവിടുത്തെ ഒരു ഫോക്കസ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. നമ്മളിവിടെ വന്ന് നമ്മൾ ഇവിടെ ലൊക്കേഷൻസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. നമുക്ക് പലതും ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലൊക്കേഷൻസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അങ്ങനെ പല പല ലൊക്കേഷൻസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സോങ്സ് ഒക്കെ എടുക്കുന്ന സ്ഥലം ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വലിയൊരു കാടിൻ്റെ നടുക്കാണിത്. റോഡൊക്കെ ഒരുമാതിരി നമ്മുടെ ഹിന്ദി പടത്തിലുള്ള വില്ലേജസൊക്കെ ഷൂട്ട് ചെയ്യണല്ലേ, അതിന് പറ്റിയ ഏരിയയാണിത്. കാടിൻ്റെ ഒറ്റ കാടിൻ്റെ നടുക്കാണിത്. അപ്പോൾ मैं चल के जा रहा हूँ, आप तो आ जाइए. मैं चल के जा रहा हूँ वहाँ तक. हाँ यहाँ कुछ नहीं है, अच्छा दूसरे जगह पे जाएंगे, वहाँ जाएंगे बुद्ध का. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേ ഒരു ബുദ്ധൻ്റെ ഒരു അമ്പലം ഒക്കെ ഉണ്ട്. ഭയങ്കര രസമുള്ളൊരു സ്ഥലമുണ്ട്. ഇത് ഭയങ്കര ഇതുണ്ടോ, നമ്മൾ കൊടും കാടിൻ്റെ ഉള്ളിലാണ് കൊടുന്നത്. പുള്ളി റോഡൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വന്നത്. ഇങ്ങടേക്ക് വേറെ വണ്ടികളൊന്നും വരില്ല. വേണ്ട, നമ്മുടെ ആൾക്കാരാണിത്. നമ്മുടെ നാട് പോലെ തന്നെ. പക്ഷേ മുംബൈയിലാണെന്ന് മാത്രം. മുംബൈ ഔട്ടറിലാണേ. മുംബൈയുടെ ഔട്ടർ എന്ന് വെച്ചാൽ അവിടെ നിന്നൊരു 25-30 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവരുടെ ഈ ലൊക്കേഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഇനിയിപ്പോൾ ഇങ്ങടേക്ക് വരവൊക്കെ ചടങ്ങായിരിക്കും. मैं चल के आएंगे अभी. വേണ്ട, അപ്പോൾ ഞാൻ അവരത് വെറുതെ പോകാൻ പറഞ്ഞല്ല. അതിനകത്ത് ഇങ്ങനൊരു വണ്ടിയും കൂടി പോകണ ഒരു ഫീലുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ അവാർഡ് പടത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിലൊക്കെ എന്തെങ്കിലും സാധനം എടുക്കുന്ന സമയത്ത് ഒരു ഫീൽ ഉണ്ടാവാറില്ലേ? വേണ്ട, വലിച്ച് കയറ്റിയേ പോകണം അങ്ങോട്ട്. റോഡൊന്നും ആയിട്ടില്ല ഇവിടെ. പക്ക വില്ലേജാണ്. പക്ക വില്ലേജ് എന്ന് പറഞ്ഞാൽ പക്ക വില്ലേജാണ്. ചുറ്റും കാടുള്ള വില്ലേജ്. നമ്മുടെ അവിടുത്തെ ആലും ഇതൊക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകണ്ട. തനിയൊക്കെ നിൽക്കാൻ പേടിയാവും. നമ്മൾ പ്രേതപ്പടത്തിൻ്റെ മറ്റേ സിറ്റുവേഷനൊക്കെ എടുക്കുന്ന പോലെ ഉണ്ടാവും ഇവിടെ. എന്താ അവരുടെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, കൊടിയൊക്കെ പറത്തി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെയുണ്ട് ഇങ്ങനെ ഈ ചെറിയ ചെടികളും ഉണങ്ങി വരേണ്ട ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. മൽബറി പോലത്തെ എന്തോ സാധനം തോന്നുന്നു. എൻ്റെ വഴിയുണ്ടോ? എന്താ പൂട്ടിയിട്ടേക്കാണ്. മറ്റേ ഈ വഴിക്ക് കൂടെ ഒന്നും ആരും വരുന്നില്ലെന്ന് തോന്നണേ. ഭയങ്കര ഭീകര അന്തരീക്ഷം ഉണ്ടോ അത്? ഭയങ്കര ഭീകര അന്തരീക്ഷം. പക്ഷേ വീടുണ്ട്, ഉണ്ടോ? ഇത് വീടാണ്. ഓക്കെ, ഒരു പ്രത്യേക വഴി. വള്ളിച്ചെടിയോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുള്ളിയുടെ കൂടെ വണ്ടിയിലേക്ക് കയറാൻ പോകണം.
चाचा एक हाय बोलो. हाय बाय. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് പുള്ളി ഉണ്ടാവും. എൻ്റെ ഇളകി മറിയാണ്. ഇവിടെ റോഡൊക്കെ വരുമെന്ന് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. വീടുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയ റോട്ടിലേക്ക് നമ്മൾ കയറി. നമ്മൾ ഇച്ചിരി ഉള്ള ഏരിയയിലായിരുന്നു ഒരു പൊടിക്ക്. वीडियो करने मिलता है ना, देगा ना. जिधर आप बोले 12-13 रुपये टिकट है, उसका बाहर फोटो ले सकता है ना. बाहर ले सकता है, जाता है तो टिकट मुझको लेना पड़ेगा. നമ്മുടെ നാടിൻ്റെ ഏരിയയൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് കാടാണ്. കാടിൻ്റെ ഉള്ളിലാണ് ഈ വില്ലേജ്. റോഡുകളൊക്കെ ഇട്ട് വന്നുണ്ട്. എൻ്റെ മെയിൻ റോഡ് ഏരിയയാണ്. ഭയങ്കര കാടാണ് ചുറ്റും. നമ്മളിതിന് മുമ്പ് ഒരു ബോട്ടിൽ വന്നിറങ്ങിയില്ലേ, അത് എൻ്റെ ചുറ്റുമുള്ളത് കണ്ടൽക്കാടില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഒരു നൈസ് ട്രിപ്പ് അല്ലായിരുന്നു. ഓക്കേ.